ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു വയനാട്ടുകാരുണ്ട്. ഭയങ്കര തണുപ്പായിരുന്നു. മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കഴിവുണ്ടോ? നമസ്കാരം. വില്ലേജ് ന്യൂസിന്റെ പ്രതിഭകൾ എന്ന പരിപാടിയിലേക്ക് അവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കായിക പ്രതിഭയാണ്. നമുക്കറിയാം, കായിക ഇനങ്ങളിലെ ഗെയിംസിൽ പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. ഫുട്ബോള്, അതുപോലെ തന്നെ വോളിബോള്, ബാസ്കറ്റ് ബോള്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡ് ഉള്ള ഒരു സംഭവമാണ് ഈ ത്രോ ബോൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ത്രോ ബോളിന്റെ ഉത്ഭവം വിദേശ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഇതിനെ സജീവമാക്കിയത് ഇന്ത്യയിലാണ്, നമ്മുടെ ചെന്നൈയിലാണ്. ഒരു കാലത്ത് ഇത് വനിതകളുടെ ഒരു ഗെയിം ആയിരുന്നെങ്കിലും പിന്നീട് ഇത് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം വനിതകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഗെയിം വരികയും ഇന്ന് ലോകവ്യാപകമായി തന്നെ ഈ ഗെയിം മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിലൊരു ഗെയിമിൽ, അതായത് ത്രോ ബോളില് അണ്ടർ 19 ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു വയനാട്ടുകാരുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മളുടെ അതിഥി. വയനാട്ടിലെ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം എന്ന സ്ഥലത്ത് പാലനിക്കും കാലായിൽ സിബിയുടെയും അതുപോലെ തന്നെ ഡയോണിയുടെയും മൂത്ത മകനായ ഷാരോൺ, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഷാരോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ത്രോ ബോളില്, അതായത് ഈ അടുത്തിടെ നേപ്പാൾ യൂത്ത് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫോറത്തിന്റെ കീഴിൽ നേപ്പാളിൽ സംഘടിപ്പിച്ച ഒരു ടെസ്റ്റ് സീരീസ്, ഇന്ത്യയും അതുപോലെ തന്നെ നേപ്പാളും തമ്മിലുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ വിന്നറായി വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടീം, അതായത് അണ്ടർ 19 അല്ലെ. എന്താണ് മോനെ ഈ ഒരു ത്രോ ബോളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്? അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ വോളിബോളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രത്യേക ഇനമായ ത്രോ ബോളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? എട്ടാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് അവിടുന്ന് ത്രോ ബോള് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കണ്ട് എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ അതിനകത്ത് എനിക്ക് മെച്ചപ്പെടുമെന്ന് തോന്നി. അപ്പോൾ അവിടുന്ന് അങ്ങനെ കളിച്ചു തുടങ്ങി. പിന്നെ 3 നാഷണൽസ് കിട്ടി. അവിടുന്ന് സ്റ്റേറ്റിലേക്ക് പോയി. പിന്നെ നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ഇത് 8ാം ക്ലാസ്സിൽ ഇത് കണ്ടപ്പോഴാണ് ഇതിനോട് താല്പര്യം തോന്നിയത് അല്ലെ? ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും കളിക്കായിരുന്നോ? ഡിസ്കസ് ത്രോ കളിക്കായിരുന്നു. ഡിസ്കസ് ത്രോ എറിയായിരുന്നു. അപ്പൊ ഈ എറിച്ചിലിനോടാണ് താല്പര്യം. ഈ ത്രോ ബോളും ഏകദേശം ഒരു അങ്ങനെയല്ലേ അല്ലെ? എങ്ങനെയാണ് ഈ ത്രോ ബോളിന്റെ ഒരു ഘടന? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വോളിബോൾ ഒക്കെ പോലെ ഒരു ഗെയിം ആണെങ്കിലും ഇതിന്റെ സ്കോർ അതൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? വോളിബോള് കോർട്ട് കാര്യങ്ങളൊക്കെ സെയിം. വോളിബോള് 6 പേര്, നമ്മൾ ഇതിനകത്ത് 9 പേര് കളിക്കും. 9 പേര്, ഒരു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത് വോളിബോള് പോലെ സർവീസ് നമ്മൾ കഴിയുമ്പോൾ ചെറിയും, അതേപോലെ ഡ്രോപ്പ് കാര്യങ്ങള്, സ്മാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ സർവീസ് മൊത്തം പോയിന്റ് 14 പോയിന്റ്. അപ്പൊ ഇങ്ങനെ എറിഞ്ഞ് സർവീസ് പോയിന്റ് ആക്കും. പിന്നെ അങ്ങനെയൊക്കെ ഓരോ ഇതിന് നമ്മൾ എത്ര സെറ്റുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്? 2 സെറ്റ്, അതായത് 9 ടീമുള്ള 2 സെറ്റ്. അപ്പോ ചിലപ്പോ അപ്പുറത്തെ ടീം ജയിക്കുവാണെങ്കിൽ 3 സെറ്റ് ആവും. 3 സെറ്റ് മാക്സിമം. അതായത് 2 പേരും രണ്ടാമത്തെ ഡ്രോ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി കളിക്കും. അങ്ങനെ തന്നെയല്ലേ അല്ലെ? അപ്പൊ 2 സെറ്റാണ് ഇത്. രണ്ടും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഏകദേശം എത്ര ടൈം എടുക്കും ഒരു ഗെയിം തീർന്നെങ്കിൽ? 20-24 മിനിറ്റ്. 1 മണിക്കൂറിൽ ഗെയിം തീരും മൊത്തത്തില് അല്ലെ? ഇപ്പൊ നേപ്പാളിൽ പോയെന്ന് പറഞ്ഞു, മറ്റൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥയും അല്ല നമ്മൾ ഇവിടുന്ന് കളിക്കുമ്പോഴുള്ള ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? അവിടെ കളിക്കുന്ന ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പ് കളിക്കാൻ കുറച്ച് പുറകിലേക്കായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ബോളൊന്നും പിടിച്ചാൽ കിട്ടൂല. ഇതിന്റെ ബോൾ നമ്മള് സാധാ ബോള് തന്നെയല്ലേ? സാധാ ബോള്, ഫുട്ബോളിന്റെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടല്ലോ. 8ാം ക്ലാസ്സിൽ ഇത് കണ്ടു, നമ്മളതിന് ഇൻട്രസ്റ്റ് ആയി, ഒരു കോച്ച് അത് കണ്ടു അല്ലെ? ഇത് ഒരു സ്കൂളുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, ഒരു ടീമിലേക്കാണ് എടുത്തത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന്റെ കോച്ചിങ് ഒക്കെ? എത്രത്തോളം ആരായിരുന്നു അത് ചെയ്യുന്നത്? ഷംനാദ് വരും. ഷംനാദ് വന്നിട്ട് ഇവിടെ വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പോകും. പിന്നെ സ്കൂളിലൊക്കെ ക്യാമ്പ് വെക്കും. അപ്പൊ അതിനകത്തൊക്കെ കൂടും. അപ്പൊ അതിന് കുറെ കുട്ടികളുണ്ട്. അതിന് കുറെ കുട്ടികളുണ്ട്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം വന്നത്? സ്റ്റേറ്റ് ടീമിൽ കളിച്ചായിരുന്നു ഫസ്റ്റ്. വയനാട് ടീമിന്. വയനാട് ഓൾറെഡി ടീമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് സ്റ്റേറ്റിൽ അവിടെ പോയിട്ട് അവിടുന്ന് സെലക്ഷൻ നടത്തും കേരള ടീമിലേക്ക്. അവിടുന്ന് ഓരോരുത്തരെ ജേഴ്സി നമ്പർ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നാഷണലിലേക്ക് പോയിട്ട്
അവിടെ നിന്ന് നാഷണൽ ടീമിലേക്ക് കളിച്ചിട്ട് അവിടെ നിന്ന് ഇതേപോലെ നോട്ട് ചെയ്ത് പോകും. ആ. പിന്നെ ഇന്റർനാഷണലിലേക്ക് പോകും. ഈ സെലക്ഷൻ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ആളുകൾ. അത് എവിടെ നിന്നൊക്കെ വേറെ കുട്ടികളുണ്ടായിരുന്നു? ഇത് എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, അത് കേരളം. കേരളം. പുറത്തുനിന്ന് തമിഴ്നാട്, കർണാടക, ഡൽഹി, ഇത്രയുള്ളൂ. അത്ര പല സ്ഥലങ്ങളിൽ ഭാഷയിലും വ്യത്യാസമൊക്കെ ഉണ്ട്. ഭാഷ വ്യത്യാസം അല്ലേ? ഇവര് പിന്നെ നിങ്ങൾ ഈ ടീം വന്നതിന് ശേഷം പിന്നെ ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല നിങ്ങള് ഒരുപാട് സമയം അല്ലേ? അതൊക്കെ എവിടെ വെച്ചായിരുന്നു? അതൊക്കെ UP വെച്ച്. അവിടെ വെച്ചായിരുന്നു. അവിടെ UP വെച്ചിട്ട് ഇവരെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഈ ത്രോ ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടീം, ഇന്ത്യൻ ടീം സെലക്ട് ചെയ്ത്. അണ്ടർ 19 മോൻ കളിക്കുന്നത് അല്ലെ? അവിടെ എത്തിയതിനു ശേഷം എങ്ങനെയായിരുന്നു? ഒരു പേടി ഉണ്ടായിരുന്നോ? ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നേപ്പാളുകാരെങ്ങനെയാണ്? നമ്മള് കാണുന്ന പോലെയൊക്കെ തന്നെയാണോ? അതോ അവര് കുറച്ച് ഒരു നമ്മളെക്കാട്ടി ഹെൽത്തി ആണോ അവര്? നല്ല ഹെൽത്തിയാ. ഹൈറ്റ് കുറവായിരിക്കും. ഹൈറ്റ് കുറവാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ? അത് ഞങ്ങൾ ചെയ്തില്ല. ഗുണം ചെയ്തില്ല. ഇപ്പൊ ഒരു ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒരുപാട് സാധ്യതകളാണ്. അപ്പോ ആരെങ്കിലും കണ്ണുപെട്ടിട്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സംഭവങ്ങള്? അല്ലെങ്കിൽ അടുത്ത ഒരുപാട് ഇതുപോലെ ടൂർണമെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ ഒരു എൻട്രി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? ബെസ്റ്റ് പെർഫോമർ ആയിട്ടായിരുന്നോ കളിച്ചിരുന്നത്? ആണ്, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഷാരോണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഷാരോണിന്റെ ഫാമിലി ഉണ്ട്, CB അല്ലേ ചേട്ടാ? മകൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അതിലേക്ക് തള്ളി വിടാനുള്ള ഒരു സാഹചര്യം എന്താണ്? കാരണം നമ്മൾ കുട്ടികളെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവില്ല, അവരെ വേറെ സ്ഥലത്തേക്ക് എന്നൊക്കെ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താണ് അവന്. ചെറുപ്പം മുതൽ പിന്നെ പന്തിനോട് ഭയങ്കര കമ്പായി. അതിവിടെ മിക്കത്താണെങ്കിൽ ഫുള്ള് പന്ത് തട്ടി കളിക്കണം. അങ്ങനെ കളിച്ച് ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഞാനും തന്നെ ഞങ്ങൾ വണ്ടി കൊണ്ട് പോയി എവിടെയാണ് കളി ആ നമ്മുടെ കൊണ്ടേ കളിപ്പിക്കും. കാരണം നമുക്കൊരു ഏണിംഗ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പൊ ക്രിക്കറ്റിലാണ് അധികം ആളുകൾ പോവുക. പക്ഷെ 1000-ലോ 10,000-ലോ ഒരാളൊക്കെയാണ് രക്ഷപ്പെടുക. ഇപ്പൊ ഇതിൽ നിന്ന് ഇവൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് പോയാൽ ഭാവി ഇതിലൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു? ഇല്ല, അത് കോച്ചിന്റെ കഴിവാണ്. കോച്ചിന് ഇവര് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകും. ചേച്ചിനോട് തന്നെ ചോദിക്കാം. ഇപ്പൊ മകൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ, നമ്മള് കുട്ടികളുടെ ഭാവിയാണല്ലോ നമുക്ക് എപ്പോഴും പ്രധാനം. ഇതിലേക്ക് അതുമല്ല മൂത്ത മകനാണ്, ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സർക്കാർ ജോലി വരെ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യം അറിവുണ്ടായിരുന്നു ഈ ത്രോ ബോളിനെ കുറിച്ച്? കഴിഞ്ഞപ്പോ അങ്ങനെ മുന്നോട്ട് സജ്ജതയായിട്ട് ഇങ്ങനെ പോകാൻ കണ്ടപ്പം താല്പര്യം തോന്നി. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഗെയിമാണെന്ന് മനസ്സിലായി. പെർഫോമൻസും നല്ലതാണെന്നല്ല. 8ാം ക്ലാസ് മുതലല്ലേ തുടങ്ങിയതില്ലേ? നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതുമായി ഇതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇയാളെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? എവിടേക്കാണ്? എറണാകുളം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വയനാട്ടിൽ തന്നെ ജില്ലയിലെ കളികൾ വരുമ്പോ അങ്ങനെ ഞങ്ങള് ഫുൾ സപ്പോർട്ട് ഇതിലേക്ക് തന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇപ്പോ +1 അല്ലേ? ഏതാണ് എടുത്തിട്ടുള്ളത്? കൊമേഴ്സ്. ഇപ്പോ ഈ ഒരു നേപ്പാൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് ഇപ്പൊ 18 വയസ്സായില്ലേ മോനല്ലേ? 17 വയസ്സ്. എന്നാലും നമ്മളുടെ ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയമാണ്. ഈ ഒരു ഗെയിം കഴിഞ്ഞ് വന്നപ്പോ അവിടുത്തെ ഒരു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയൊക്കെ വന്നപ്പോ ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താണുള്ളത്? ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്താണെന്നുള്ളത് തീരുമാനിച്ചില്ല അല്ല? ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം പല ആളുകൾ ഇപ്പൊ ഞാനിത് പൊതുവെ പറയുന്നത്, ഒരു നൃത്തം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുന്നുള്ള പല പാരന്റ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ ഇപ്പോഴേ കയറ്റി വിട്ടാലേ നമ്മൾ എത്തിപ്പെടുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയാ, അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടോ ഭാവിയെ കുറിച്ച് ഈ ഒരു കളിയില്? ഇത് വിടാൻ താല്പര്യമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഒരൊറ്റയടിക്ക് പറയുമ്പോ അല്ലെ? അപ്പൊ ഇനി ഈ സ്ഥലത്ത് പോയപ്പോ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്, നമ്മളൊരു ജില്ലയല്ല. അപ്പൊ അവിടെ നമ്മളുടെ മനസ്സിൽ വലിയ വലിയ പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് കുറച്ചും കൂടി ഒരു വാശി വരികയല്ലേ ചെയ്തത്? കളിക്കാൻ ഉള്ള വാശി വന്നതാണ്. ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ഏത് സമയത്തൊക്കെയാണ് പ്രാക്ടീസ്? രാവിലെ ഒരു ടൈമൊക്കെ ഉണ്ടോ? 6:30 മുതൽ ഒരു 8:30 വരെ, 9 മണിയൊക്കെ.
ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ വർക്കൗട്ട് ഉണ്ട്. ഇതില് എങ്ങനെയാണ് ഈ കളിയുടെ ഒരു ഇതൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ഈ ഗെയിം എറിയുന്നത്, എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണത് എറിയുന്നത്? ബോളിപ്പോ നമ്മളെ നേരെ ഇപ്പൊ ഒരാള് ബോൾ എറിഞ്ഞു, അപ്പൊ നമ്മള് ഇവിടുന്ന് പിടിക്കും. ഇവിടുന്ന് പിടിച്ചിട്ട് ഒരു കൈ മാറ്റിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എറിയും. ഈ എറിയുന്നത് എന്തിലേക്കാണ്? നമ്മൾ ബാസ്കറ്റ് പോലുള്ള എന്തിലെങ്കിലും? അല്ലല്ല, പറഞ്ഞില്ല വോളിബോൾ കളിക്കൂലേ, അപ്പൊ അതുപോലെ അതേ ഇത് തന്നെയാണ്. അപ്പൊ ഇതിന് എന്താണ് ഈ നെറ്റ് ഉണ്ടോ? നെറ്റ് ഉണ്ടാവും. നെറ്റ് ഉണ്ടോ? സെയിം സാധനം തന്നെയാണ്, അതിന്റെ ആക്ഷനിലൊക്കെയാണ് വ്യത്യാസം. ഓക്കെ, നിങ്ങൾ കളി കണ്ടിരുന്നോ? മോന്റെ കളി കണ്ടിരുന്നോ? കൂടെ നേപ്പാളിലേക്ക് പോയോ? പോയിട്ടില്ല. എന്താ അത് വേണ്ടെന്ന് വെച്ചാണോ? സമയത്തിന്റെ പ്രശ്നം. കുട്ടികൾ അതെ അതെ പോയിട്ടില്ല അല്ലെ. ഇപ്പൊ വയനാട്ടിൽ ഷംനാഥ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇന്ത്യൻ ടീമിന്റെ കോച്ചാരാണ് ശരിക്കും? ഇന്ത്യൻ ടീമിന്റെ കോച്ച് തമിഴ്നാട്ടിലുള്ള പേര് ചിലപ്പോ ഓർക്കാൻ വഴി ഉണ്ടാവില്ല അല്ലെ, പക്ഷെ അത് ഓർത്ത് വെക്കണം ഇനി പോകുമ്പോ കേട്ടോ, കോച്ച് എന്ന് പറയുമ്പോ. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് സന്തോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളോട് സംസാരിച്ചു? കളിക്കാൻ വേണ്ടി ഉള്ള ബോള് പിടിക്കേണ്ട എങ്ങനെയാന്ന് ആക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തമാശ കളിക്കലെന്ന് പറഞ്ഞ് കോർട്ടിൽ ഇരിക്കുവാണെങ്കിൽ സീരിയസ് ആയിട്ട് ഇരിക്കുക, ചിരിയും തമാശ ഒന്നും പാടില്ല പറഞ്ഞു. അത് നമ്മളെ ഡിസിപ്ലിൻ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ 16, 17, 18 ആയിരുന്നു അല്ലെ, ഡിസംബറിൽ അല്ലെ കഴിഞ്ഞിരുന്നു. 3 ദിവസം കളി ഉണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം കളി ഉണ്ടായിരുന്നു. 3 ദിവസം അല്ല, 3 ദിവസം ഉണ്ടായിരുന്നു. ഒന്ന് അവിടെ ഒരു പോക്കറാൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ടീമായിരുന്നു, അവരോടെ കളിച്ച് അത് കഴിഞ്ഞു. പിന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. പിന്നെ മൊത്തം 2 കളി, അവിടുന്ന് ജയിച്ചു. ഒരുപാട് കാണികളൊക്കെ ഉണ്ടോ കളി കാണാൻ? ഉണ്ട്. മകളാണ് അല്ലേ? മോളെ പേരെന്താ മോളെ? എനിക്ക് കേട്ടില്ല, ഒന്നും കൂടി പറയണം. ദിയാറാം മരിയ സിബി. ഇവള് എന്തിലാണ് താല്പര്യം? സ്പോർട്സിൽ താല്പര്യം ഉണ്ടോ? ഓ, ഡാൻസുകാരിയാണ്. പഠിക്കുന്നുണ്ടോ മോളെ ഡാൻസ്? ആരെടുത്താ പഠിക്കുന്നത്? അത് ആരാ പഠിപ്പിക്കുന്ന? യൂട്യൂബ് കണ്ടിട്ടാണ് ഡാൻസ് പഠിക്കുന്നത്. അത് മതിയോ? നമ്മള് നൃത്തം എന്ന് പറയുമ്പോൾ ക്ലാസിക്കലായിട്ട് പഠിച്ചു വന്നാല് നമുക്കതില് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏതെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിലേക്ക് താല്പര്യം ഉണ്ടോ? താല്പര്യമുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി മോക്ക്? 7 വയസ്സ്, 8. കുഴപ്പമില്ല, 7 ആയാലും 8 ആയാലും കുഴപ്പമില്ല. പക്ഷെ ഈ സമയത്ത് നമ്മൾ പഠിപ്പിച്ചാല് നമ്മളെ ഒരു കുട്ടികളെ നൃത്തം എന്ന് പറയുക, പാട്ട് പാടില്ല ചെറുതായിട്ട്? എനിക്ക് മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ പാട്ട് പാടുന്നു. എന്തായാലും നമ്മളെ ഏട്ടൻ ഒരു ഇന്ത്യൻ ടീമിൽ ജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഏട്ടന് വേണ്ടി നമുക്കൊരു പാട്ട് പാടി കൊടുത്താലോ? ഓക്കെ അല്ലേ? എന്നാ പാടും. ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വാഴ പോകാം, ലോകം കാണാം, തേരാ പാര ഞെട്ടി ഹൃദയം പൊട്ടി, വഴിയും തെറ്റി ഈവിടെത്തി തെറ്റി, നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ബനാനെ ഒരു കൂത്തരാമോ, ബനാനെ ഒരു കാൽത്തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കൈക്കായി വരണ്ടേ. അടിപൊളി. ഏറ്റവും ഹിറ്റായ ഒരു പടമാണ് വാഴ. വാഴയിലത്തെ ഒരു പാട്ടാണ് അതല്ലേ? എന്തായാലും നമുക്ക് വേണ്ടി ചെറിയൊരു പാട്ട് പാടി തുടർന്ന് പാട്ട് പഠിക്കാനൊക്കെ വിടുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ചേട്ടാ എന്താ ചെയ്യുന്ന ബിസിനസ് എന്താണ്? എവിടെ? ദുബായിലാണ് അല്ലേ? ചേച്ചി എന്താ ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് തന്നെ. ഇവിടെ തന്നെ ആയിരുന്നു, സ്വദേശം ഇവിടെ തന്നെ ആയിരുന്നു അല്ലെ? ദുബായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ആണ്. ഇനിയിപ്പോ ഇവനെ ഇവിടെ തന്നെയാണോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തേക്ക് എവിടേക്കെങ്കിലും വിടാനുള്ള? തീർച്ചയായും. ഇതിലിപ്പോ ജോലി ഇപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴാണ്, ഇപ്പോ കരാട്ടെ പോലുള്ള ഇതിന് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള അംഗീകാരം, സ്പോർട്സ് അക്കാദമിക്ക് അംഗീകാരം വന്നത്. അതുപോലെ തന്നെ ത്രോബോളും ഇപ്പോ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഇത് ഇവർക്കൊരു മുതൽക്കൂട്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താകിത്തീരാനാണ് ആഗ്രഹം? ഒരു ഗെയിമർ എന്ന് മാത്രമുള്ള രീതിയിലല്ലാതെ ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു വരുന്നുള്ളൂ അല്ലെ? ഈ +2 കഴിഞ്ഞാൽ ഇനി ഡിഗ്രിക്ക് പോണ്ടേ?
അതോ നമ്മൾ ഈ സ്പോർട്സുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പോകാനാണോ ഒരു ബന്ധപ്പെട്ട് പോകാനാണ് സ്പോർട്സ് സ്കൂൾ? ഇങ്ങനെ അന്വേഷിച്ചിരുന്നോ? ഇത് മാത്രമുള്ള അല്ലെങ്കിൽ ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം അന്വേഷിച്ച് വെച്ചിട്ടുണ്ടോ? എവിടെയാണ്? എന്ത് ജി.വി. രാജയില്? അവിടെയൊക്കെ നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് ജി.വി. രാജയിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇത്തവണത്തെ കഴിഞ്ഞു പോയി അല്ലേ? ഓക്കെ. അപ്പോ അടുത്ത തവണ ആദ്യം കൊടുത്ത്, പക്ഷെ ഈ ഒരു ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടേണ്ടതല്ലേ? അങ്ങനെ ശ്രമിച്ചായിരുന്നോ? സാധ്യത ഉണ്ടല്ലോ അല്ലെ? കാരണം നമ്മളെ പെർഫോമൻസ് ആണല്ലോ നോക്കുക. എന്തായാലും ഇനി അടുത്ത കളിക്കുള്ള തയ്യാറെടുപ്പാണ്. ഇനി ഏതെങ്കിലും ടൂർണമെന്റ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ടൂർണമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, പറഞ്ഞില്ല. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ്? പാട്ട് പാടോ? ഇല്ല. കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഒന്നുമില്ല. മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കഴിവുണ്ടോ? ഉണ്ടോ? അല്ല, ഇപ്പോഴത്തെ നമ്മളെ യൂത്തിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ മൊബൈലിൽ നോക്കിയിരിക്കാന്നല്ല, അതാണ് ട്രെൻഡ്. അതുപോലെ അതിലാണ് നമ്മൾ കൂടുതൽ നമുക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് വരിക. അപ്പൊ തീർച്ചയായും മൊബൈലിനെ ഇരിക്കൊന്നും പോവാതിരുന്നാൽ നമ്മളെ ഭാവി എന്താവും? കുറച്ചും കൂടി ഡെവലപ്പ് ആവും. ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് നേപ്പാളിൽ പോയി അവിടുന്ന് ഒരു ഗോൾഡ് മെഡലൊക്കെ വാങ്ങി അദ്ദേഹം വിജയിച്ച് വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വയനാട് ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരാള് ത്രോ ബോളിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത്. അത് ഈ ദമ്പതികളുടെ അല്ലെങ്കിൽ സിബി ഡയോണിയ ദമ്പതികളുടെ ഷാരോൺ ആണ്. ഏതായാലും മിടുക്കനാണ്. അദ്ദേഹത്തിന് നമ്മുടെ വയനാട്ടുകാരുടെ എല്ലാവരുടെയും, വയനാട്ടുകാരുടെ അല്ല, നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാവരുടെയും, വയനാട്ടുകാരനായതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു എന്നുള്ളൂ, ആ പ്രാർത്ഥനകളും അദ്ദേഹത്തിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായാലും അതിന്റെ ഒരു സപ്പോർട്ട് വേണം. കാരണം ഏത് ഗെയിമിലാണെങ്കിലും ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. മോനെ, ഭാവിയിലെ വലിയൊരു ത്രോ ബോളർ ആവട്ടെ. താങ്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അതുപോലെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ അതുപോലെ നടക്കട്ടെ. അതിനെ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വ്യക്തിയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Jila, jila, jila,